സഹകരണ പ്രസ്ഥാനം പലപ്പോഴും ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ വൈപുല്യം നോക്കിയാൽ നമുക്കറിയാം. അത് നമ്മുടെ അതിൻ്റെ ഒരു രൂപം എന്നുള്ളതിലേക്ക് പാപ്പിനിവട്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ മാത്രം എടുത്താൽ മതി. എത്ര എല്ലാ പരിപാടികളാണ് നമ്മുടെ ആ ബാങ്ക് ഏറ്റെടുക്കുന്നത്. നാട്ടിലുള്ള സമസ്ത വിഷയങ്ങൾ സംബന്ധിച്ച് പണ്ടൊരു സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ അത്യാവശ്യം കടം കൊടുക്കുന്ന ഒരു സ്ഥാപനം അപ്പുറം വലിയ റോളുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ കുറച്ച് സ്വർണ്ണപ്പണ്ടം പണയും കൂടെ സ്വീകരിക്കും, കുറി നടത്തും, കഴിഞ്ഞു എൻ്റെ പരിപാടി. ഇപ്പോഴങ്ങനല്ല, കാർഷിക രംഗത്തുള്ള ശക്തിയായിട്ടുള്ള ഇടപെടൽ അത് നടത്തുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വായ്പ പ്രോത്സാഹനം, അതിൻ്റെ പ്രസ്ഥാനം അത് സംബന്ധിച്ച് നടത്തുന്നു. പ്രളയവും പേമാരിയും ഒക്കെ വരുമ്പോൾ നാടിനാവശ്യമായിട്ടുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നു. ഗൗരവപ്പെട്ട മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകുന്നു. നമ്മുടെ നാട്ടിലുള്ള ഊർജത്തിൻ്റെ പുതിയ രൂപങ്ങൾ അവതരിപ്പിക്കാൻ, അതിൻ്റെ ഉപകരണങ്ങൾ അവതരിപ്പിക്കാൻ, വിൽപ്പന നടത്താൻ, വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും കഴിയുന്ന അർത്ഥത്തിലേക്ക് ബാങ്ക് മാറുന്നു. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പരിപാടികൾക്കും കരുത്തു നൽകാൻ, പ്രോത്സാഹനം നൽകാൻ കഴിയുന്ന പ്രസ്ഥാനമായി സഹകരണ പ്രസ്ഥാനം മാറിയിരിക്കുന്നു. ഞാൻ ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഈ ശാഖ ആരംഭിക്കുന്ന തന്നെ ചില കാര്യങ്ങൾ അപ്പുറത്തേക്ക് പറയാം. ന്യൂജൻ ബാങ്കുകൾ ആരംഭിച്ചതോടുകൂടി നമ്മൾ പറയുന്നതെല്ലാം അല്ലേ, നമ്മുടെ സാധാരണ നമ്മുടെ ഒരു ലോൺ പാസ്സാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൂടുതൽ വേണം, ചിലപ്പോൾ നമ്മുടെ കടലാസ് സംബന്ധിച്ച് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്കൊരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ പറയാൻ പറ്റുന്നത് സഹകരണ ബാങ്കുകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മെമ്പർമാരൊക്കെ നമ്മുടെ തൊട്ട് ഇരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധമുള്ളവരാണ്, അതിൻ്റെ ബോർഡ് മെമ്പർമാർ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് മറികടക്കുന്ന ന്യൂജൻ ബാങ്കുകൾ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ പ്രധാനപ്പെട്ട പല ആളുകളും പങ്കുവയ്ക്കുന്നൊരു സംഗതി, അവിടെയൊക്കെ ഒരു മിനിമം ബാലൻസ്, ഒരു 5000 രൂപയൊക്കെ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ സംഖ്യ ഡിഡക്റ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ നിന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് ഉൾപ്പെടെയുള്ളത് കുറഞ്ഞു വരും. 5000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായ ഒരാൾ ഒരു വർഷം കഴിഞ്ഞാൽ ആ ബാങ്ക് ബാലൻസ് 92 രൂപ മാത്രമായി ബാങ്കുകൾ മാറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ആ കൊള്ളക്കെതിരെ വർത്തമാനം പറയാൻ ആരാളുള്ളത്? സഹകരണ ബാങ്കിലെ ചെറിയ പ്രശ്നങ്ങൾ ഇത്ര ഉയർത്തി വലുതാക്കി കാണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നാം വളരെ ഗൗരവത്തോട് മിനിമം ബാലൻസിൻ്റെയും പുതിയ ATM കാർഡ് ഉപയോഗിക്കുന്നതിന് വേറെ പലതരത്തിലെ പേരുകൾ പറഞ്ഞ് ഇവർ ഈ ബാങ്കുകളെ എടുക്കുന്ന കൊള്ളയെ സംബന്ധിച്ചെന്നാണ് പറയേണ്ടത്. എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ മാത്രം സൂചിപ്പിക്കുക. നമ്മുടെ ഇവിടത്തെ ഇപ്പോൾ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണം ഏതെങ്കിലും തരത്തിലേക്ക് ഏതെങ്കിലും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ, വേറെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചർച്ചയും ഗൗരവപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, കൂടുതൽ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അതിൽ നിയമനിർമ്മാണത്തിലും പല പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിരവധിയായിട്ട് ആളുകൾ വർത്തമാനം പറയാനുണ്ട്. ഞാനും അവിടെ നമ്മുടെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി SN പുരത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാൻ അല്പം വൈകിയതെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനം ഏറ്റവും മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ പാപ്പിനിവട്ടത്തെ ഈ ബാങ്കിൻ്റെ പുതിയ ഒരു സ്ഥാപനം കൂടി വരുമ്പോൾ നമുക്ക് അതെല്ലാം ഈ പ്രദേശത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഉത്തമ സ്ഥാപനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ, അഭിവാദനങ്ങൾ. അടുത്തതായി നമ്മുടെ പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിജയഗാഥയിൽ പുതിയൊരു കൂട്ടിച്ചേർക്കൽ കൂടിയായ പൊക്ലായ് ബ്രാഞ്ചിൻ്റെ ഓൺലൈൻ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ്. നമുക്ക് ഏവർക്കും കാണാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ET ടൈസൺ മാസ്റ്റർ MLA, ബഹുമാനായ ബാങ്ക് പ്രസിഡന്റ് ശ്രീ EK ബിജു, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ,
ബഹുമാനരായ സഹകാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൂളിമട്ടം പൊക്കളായി സമ്പൂർണ്ണ ശാഖയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പരിശോധിക്കുമ്പോൾ സഹകരണ മേഖലയ്ക്ക് തന്നെ അഭിമാനകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വിജയകരമായി അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാങ്കിൻ്റെ പൊതുചിത്രമെടുക്കുമ്പോൾ ഏതാണ്ട് 458 കോടി രൂപയുടെ നിക്ഷേപവും ഏതാണ്ട് 359 കോടി രൂപയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങുമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവിധ ശാഖകൾ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സഹകാരികൾക്ക് ആവശ്യമായ നാനാതരത്തിലുള്ള ജീവിതോപാധികളുടെ വലിയ രൂപത്തിലുള്ള സംരംഭങ്ങൾ, അത് നീതി മെഡിക്കൽ സ്റ്റോറായിരുന്നാലും വളം ഡിപ്പോ ആയിരുന്നാലും മറ്റ് വിവിധ തരങ്ങളിൽ സഹകാരികളെ സഹായിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് വന്ന പ്രവർത്തനമായിരുന്നാലും ഇതെല്ലാം ഒരു സഹകരണ പ്രസ്ഥാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് സഹകാരികളുടെ വിശ്വാസ്യത ആർജിച്ച് നാടിൻ്റെ പുരോഗതിക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകുന്ന ഒരു വലിയ സഹകരണ സ്ഥാപനമാണ് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിട്ടയായ പ്രവർത്തനങ്ങളും സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തന ശൈലിയുമെല്ലാം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും കൂട്ടായി പരിശ്രമിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ബാങ്കിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക. ആധുനിക ബാങ്കിങ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ബാങ്കിൽ പ്രാവർത്തികമാക്കും. മൊബൈൽ ബാങ്കിങ് ആയിരുന്നാലും ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിരുന്നാലും ATM ആയിരുന്നാലും നെഫ്റ്റ് ആയിരുന്നാലും RTGS ആയിരുന്നാലും ഇത്തരത്തിൽ ഇടപാടുകാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള വായ്പാ സംവിധാനങ്ങളും ഒപ്പം ഇടപാടുകളുമെല്ലാം നടത്താൻ ഈ ബാങ്ക് മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമാണ്. ഈ ബാങ്കിൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാവകങ്ങൾ നേരുന്നു. സഹകരണ മേഖല വലിയ രൂപത്തിലുള്ള വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയിൽ പുതിയ മന്ത്രാലയം രൂപീകരിച്ചുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ നടത്തുമ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാഖകൾ സ്ഥാപിച്ചും നിധി പോലുള്ള സംരംഭങ്ങൾക്ക് രൂപവും ഭാവവും നൽകി ഒരു നിയന്ത്രണവും രജിസ്ട്രാറിൻ്റെ ഇല്ലാതെ പ്രവർത്തിച്ചത് മുന്നോട്ട് പോകുന്ന നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി RBI ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ മേഖലയെ വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരുപക്ഷെ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്ന സമീപനങ്ങൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമാണ് ഈ സമീപകാലത്ത് RBIയുടെ നോട്ടീസുകൾ പരസ്യപ്പെടുത്തി. ഒന്ന്, ബാങ്ക്, ബാങ്കിങ്, ബാങ്കർ എന്ന പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ചെക്ക് ഉപയോഗിക്കാൻ പാടില്ല. 2, A ക്ലാസ് മെമ്പർഷിപ്പ് മാത്രമേ വായ്പ എടുക്കാൻ കഴിയൂ, അത്തരം ആളുകൾക്ക് മാത്രമേ ബിസിനസ്സിൽ പങ്കാളികളാകാൻ കഴിയൂ, അതുമാത്രമേ പരിഗണിക്കാൻ കഴിയൂ, അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുക. അതുപോലെ കേന്ദ്രത്തിൻ്റെ ഇൻഷുറൻസ് സ്കീമിൽ ഒരു തരത്തിലുള്ള സഹായവും കേരളത്തിന് ഈ സഹകരണ മേഖലയ്ക്ക് നൽകില്ല എന്നിങ്ങനെയെല്ലാമുള്ള പ്രചരണം അഴിച്ചുവിടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം കേരളത്തിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നടത്തുന്നത് സന്നദ്ധ പ്രവർത്തനത്തോടുകൂടി, സേവനദൃഷ്ടിയോടുകൂടിയുള്ള നാടിൻ്റെ ജനകീയ ആവശ്യങ്ങളാണ്. കൃഷിക്കാരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ വിത്തും വളവും കീടനാശിനികളും നൽകി അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം ചെയ്ത് അവർക്കാവശ്യമായ മറ്റ് വിഭവങ്ങൾ, അത് മെഡിക്കൽ സ്റ്റോറായിരുന്നാലും നീതി സ്റ്റോറായിരുന്നാലും മറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സുകാർ ആയിരുന്നാലും അതെല്ലാം കൂട്ടി പ്രവർത്തിപ്പിച്ച് വലിയ രൂപത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളാണ് സഹകരണ മേഖല ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ബാങ്കിങ് ലൈസൻസ് ഇല്ലാത്ത, RBIയുടെ ലൈസൻസ് ഇല്ലാത്ത ഇത്തരം സഹകരണ സ്ഥാപനങ്ങളെ എന്തിനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഈ ഭീഷണികൾ മുഴക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണിക്കെതിരെ നാം കൃത്യതയോടുകൂടി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട സമയം സമാഗതമായി. മറ്റൊന്ന്, മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് A ക്ലാസ് വോട്ടവകാശമുള്ളവർക്ക് മാത്രം ഇടപാടുകൾ എന്ന് പറയുന്ന ആ നീക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ സമീപകാലത്ത് മാവിലായി ബാങ്കിൻ്റെ കേസ് പരിഗണിച്ച് വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ കൃത്യമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി A ക്ലാസ് എന്നോ D ക്ലാസ് എന്നോ C ക്ലാസ് എന്നോ അല്ലെങ്കിൽ B ക്ലാസ് എന്നോ ഒന്നും മെമ്പർഷിപ്പിനെ തരംതിരിച്ച് വ്യത്യസ്ത രൂപത്തിൽ കാണേണ്ടതില്ല, ഇവരെല്ലാം ബിസിനസ് നടത്തുന്നവർ ഒരുപോലെയാണ് എന്ന രൂപത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ട്.
ആ വിധി നിലനിൽക്കെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മറ്റൊന്ന് കേന്ദ്ര ഗ്യാരണ്ടി സ്കീമിനെ സംബന്ധിച്ചാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയ ഒരു ഗ്യാരണ്ടി സ്കീം കേന്ദ്ര ഗവൺമെൻറ് ബാങ്കിങ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കും. കേരളത്തിലെ സഹകരണ മേഖലയിൽ നാളിതുവരെ ഒരു നയാ പൈസ പോലും ആ ഗ്യാരണ്ടി സ്കീമിന് തന്നിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ സഹകരണ മേഖലയ്ക്ക് ഒരു നിക്ഷേപ ഗ്യാരണ്ടി സ്കീം വേറെയുണ്ട്. അത് ഫലപ്രദമായി 2 ലക്ഷം രൂപ വരെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വസ്തുതയെങ്കിൽ ആ വസ്തുത മറച്ചുപിടിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് RBIയുടെ ഭാഗം. RBI അതിന് കരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സമീപകാലത്ത് സുപ്രധാനമായ മറ്റൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. 97ാം ഭരണഘടനാ ഭേദഗതി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായ വിധിയാണ്. ആ വിധിയിൽ കൃത്യമായി സുപ്രീം കോടതി എടുത്ത് നിർവഹിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ 32 എൻട്രി സഹകരണം സംസ്ഥാന വിഷയമാണ്, അതിൽ കേന്ദ്രം ഇടപെടേണ്ടതില്ല എന്ന് അസംതൃപ്തമായി ആവർത്തിച്ചുറപ്പിച്ച് സുപ്രീം കോടതി പറയുമ്പോൾ അത് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായ രൂപത്തിലേക്ക് RBI ഇന്ന് ഈ മേഖലയിൽ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നിശ്ചയമായും ഇത്തരത്തിൽ കേരളത്തിലെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെട്ട് പടർന്ന് പന്തലിച്ച് പുതിയ വിപുലവും വിശാലവുമായ കാഴ്ചപ്പാട് ഉയർത്തി മുന്നോട്ട് വരുന്ന സഹകരണ മേഖലയെ തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടും. 2.25 ലക്ഷം കോടിയോളം രൂപ നിക്ഷേപമുള്ള സഹകരണ മേഖല ആർക്കും തകർക്കാനാവില്ല. കേരളത്തിന് മുമ്പ് നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ സഹകരണ മേഖലയെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ സംഘടിതമായി കേരളത്തിലെ LDF, UDF അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട സഹകാരികൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ടതിൻ്റെ ഫലമായി കേരളം വലിയ വിജയം കൈവരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ സഹകാരി സമൂഹം സന്നദ്ധമാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരന്തത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം നടുവിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര സാമ്പത്തിക സങ്കേതവും സഹകരണ മേഖല തന്നെയാണ്. ആ മേഖലയിൽ ഇപ്പോൾ പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ 2074 വീട് സൗജന്യമായി വെച്ചു കൊടുത്തത് കെയർ ഹോം പദ്ധതി. ഈ കാലഘട്ടത്തിലും അതുപോലെ കോവിഡ് കാലഘട്ടത്തിലും കമ്മ്യൂണിറ്റി കിച്ചനും സാനിറ്റൈസറും PP കിറ്റും ഹാൻഡ് വാഷും മാസ്കും എല്ലാം നിർമ്മിച്ച് നിരവധി മേഖലകളിൽ സഹകരണ ബാങ്കുകൾ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് വലിയ പ്രതിരോധം തീർക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ 2 ഘട്ടങ്ങളിലായി 227 കോടി രൂപ കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്നാണ്. അങ്ങനെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാനാതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി മുന്നോട്ട് വരുന്നു സഹകരണ മേഖല. ഈ മേഖല ഇന്ന് കുറെ കൂടി കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള ബാങ്ക് അതിൻ്റെ 2ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്നു. പിന്നിട്ട വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ 61.99 കോടി രൂപ കേരള ബാങ്ക് ലാഭത്തിലായിരിക്കും. വരും കാലങ്ങളിൽ അവിടെ ന്യൂജൻ ബാങ്കിൻ്റെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഇപ്പോൾ വിപ്രോ കമ്പനി IT ഇൻ്റഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിൽ 1ാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറാൻ പോകുന്നു. ആ കേരള ബാങ്കിൻ്റെ വളർച്ചയും ഉയർച്ചയും പുരോഗതിയും ഉറപ്പാക്കാൻ സഹകാരി സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖല ജനജീവിതത്തെ എല്ലാ രംഗത്തും സഹായിച്ചും അതോടൊപ്പം തന്നെ ഈ നാടിനെതിരെ വീഴുന്ന ഏതു തരത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമെല്ലാം ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയ്ക്കെതിരായി ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളിയും ചെറുക്കാൻ ഗവൺമെൻറ്റിനോടൊപ്പം എല്ലാ സഹകാരികളും അണിനിരക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലയിലും കടന്ന് സഹകാരികളെ സംഘടിപ്പിച്ച് അവരുടെ വിശ്വാസ്യത ആർജിച്ച് ഏറ്റവും നല്ല സർവീസ് സഹകരണ ബാങ്കായി തൃശ്ശൂർ ജില്ലയിൽ വളർന്നുയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ കൂളിമുട്ടം പൊക്ലായി ശാഖ സമ്പൂർണ്ണ ശാഖയായി മാറ്റി ഇന്നിപ്പോൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുതുതായി പൊക്ലായിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട നീതി ക്ലിനിക്കൽ ലാബ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്
അടുത്തതായി പൊക്ലായിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട നീതി ക്ലിനിക്കൽ ലാബ് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ MLA ശ്രീ VR സുനിൽകുമാർ അവർകളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, നിങ്ങളുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട MLA ആയിട്ടുള്ള ശ്രീ E.T. ടൈസൺ മാസ്റ്റർ, ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഗിരിജ, ജയ, അതുപോലെ തന്നെ ജോഷി ചേട്ടൻ, സുധീഷ്, ധർമ്മം മാഷ്, ജൻറി, അതുപോലെ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച ശ്രീ ബിജു, സുരേന്ദ്രൻ, വിജയേട്ടൻ ഉൾപ്പെടെ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ആദ്യമായിട്ട് നേരത്തെ വന്നതിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് വേദിയിൽ വന്നു നിൽക്കാൻ സാധിച്ചതിൽ. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇതിനെ അതിജീവിച്ചു വരേണ്ടത് ഇവിടെ ഇരിക്കുന്ന സഹകാരികളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന സഹകരണ ബാങ്കുകളെ RBI ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പും അത്തരം സംരംഭങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. കള്ളപ്പണമുണ്ട് എന്ന പേരിലുള്ള പ്രചരണത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് സഹകരണ മേഖല ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇവിടെ നാം തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യം, ഇത് തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്കുകൾ ഇന്നെല്ലാം മെർജ് ചെയ്യപ്പെടുകയാണ്. പൊതുമേഖലാ ബാങ്കുകളൊക്കെ തന്നെ മെർജ് ചെയ്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്കും അതുപോലെ വിദേശ കുത്തകൾ ബാങ്കുകളും കൈയടക്കുന്നതിൻ്റെ ബലമായിട്ട് തന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ അവകാശങ്ങളും കൂടി ഇവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടേതായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ സംഭരണവും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് കിട്ടാവുന്ന തൊഴിൽ മേഖല ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇതിലേറെ ഉപരിയായിട്ട് ഇവിടെ ആക്സിസ് ബാങ്കുകാരനും ICICI ബാങ്കുകാരും HDFC ബാങ്കുകാരും റിലയൻസ് ബാങ്കുകാരും ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വിപത്ത്, എങ്ങനെ പെട്രോൾ ഡീസൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിപത്തുകൾ നമ്മൾ തിരിച്ചറിയണം. അത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ അവർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഹിഡൻ പലിശ ഈടാക്കുന്ന രീതിയിൽ എത്രയോ പൈസ നമ്മളിൽ നിന്ന് ബാങ്കുകാർ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കും. സ്വകാര്യ ബാങ്കുകാർ, മെർജ് ചെയ്യപ്പെട്ട ബാങ്കുകാർ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം അറിയാതെ നമ്മളിൽ നിന്ന് പൈസ ഈടാക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത്. സാധാരണക്കാരൻ്റെ ഇടമായിട്ടുള്ള ഈ സഹകരണ മേഖല നാളുകളിൽ പാവപ്പെട്ടവനൊരു വീട് വയ്ക്കാൻ, കർഷകൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവിധ മാർഗങ്ങളിൽ നമ്മുടെ പേഴ്സണൽ ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്
നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമായിരിക്കും നാളെ കാണാൻ പോകും. അവർ പറയുന്ന പലിശ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സഹകരണ ബാങ്കുകൾ ഇല്ലാതാകുമ്പോൾ സ്വകാര്യ വിദേശ കുത്തക ബാങ്കുകൾ ഈ മേഖല കൈയടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന പലിശ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്. ഇന്ന് അവർ പറയുന്ന പെട്രോളിൻ്റെ വില എങ്ങനെയാണോ കൂടിക്കൊണ്ടിരിക്കുന്നത്, അവർ പറയുന്ന രീതിയിലേക്ക് പെട്രോൾ വാങ്ങേണ്ട, ഡീസൽ വാങ്ങേണ്ട, ഗ്യാസ് വാങ്ങേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം പോയി എന്നുള്ളതാണ്. നാളുകളിൽ നമ്മുടെ കുടിവെള്ളം പോകാൻ പോകുന്നു, നമ്മുടെ വൈദ്യുതി പോകാൻ പോകുന്നു. ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ ബാങ്കിങ് മേഖലയിലേക്കും കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് പൊതുസ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് ആദ്യം തോന്നും, വളരെയധികം സന്തോഷം തോന്നും. കാരണം കുറഞ്ഞപ്പോൾ ഒരു കച്ചവടമാണെങ്കിൽ ഒരു വാൾമാർട്ട് കമ്പനിക്കാരനും റിലയൻസ് കമ്പനിക്കാരനും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ സാധാരണ കച്ചവടക്കാരുടെ ഇടയിലേക്ക് വലിയ മാളുകളായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തം. അവിടെയൊക്കെ തന്നെ നമ്മൾ ചെല്ലും. തുടക്കത്തിൽ നമുക്ക് ആദ്യം വില കുറച്ചാണ് അവർ സാധനങ്ങൾ തരുന്നത്. വളരെ വില കുറച്ച് എല്ലാ സാധനങ്ങൾക്കും അവിടെ എല്ലാം കിട്ടും. ശീതീകരിച്ച മുറിയിൽ നമുക്കെല്ലാം കിട്ടാവുന്ന രീതികളാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും, മീനും പച്ചക്കറിയും മാംസവും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിട്ടും. അത് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വില കുറച്ച് തരും. വില കുറച്ച് തരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കടകളൊക്കെ തന്നെ, പാവപ്പെട്ട എൻ്റെ കടകൾ, നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ തന്നെ പൂട്ടിപ്പോവും. പതിയെ മാളുകാരൻ അവൻ പറയുന്ന വിലയ്ക്ക് അവരുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടതായിട്ടുള്ള ഗതികേടിലേക്ക് വരും. ഇതാണ് നാളുകളിൽ ഈ ഇന്ത്യ രാജ്യത്ത് എല്ലാ മേഖലകളിലേക്കും, ബാങ്കിങ് മേഖല എന്നുള്ളതല്ല, ഇവിടുത്തെ ജീവനക്കാരുടെ വിഷയം മാത്രമല്ല, ജീവനക്കാരുടെ വിഷയം ഒരു വിഷയം, അപ്പുറമായിട്ട് ഇവിടെ ഈ ചുറ്റുവട്ടം കൂടി നിൽക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്ന വിപത്ത് ആണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. ഇതാണ് ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലകളില്ലാതാകുമ്പോൾ നാം അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും. അവിടെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വളരെ നേരം വൈകി, ഇനി ഒത്തിരി പേര് സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും ദീർഘിപ്പിക്കാതെ തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ ഈ നയങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതായിട്ടുള്ളത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് വേദിയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ നടത്തിവരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന ആദരമാണ് SSLC ഹയർ സെക്കൻഡറി മേഖലയിൽ ഉയർന്ന മാർക്ക് ലഭിച്ച കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി CK ഗിരിജ മേഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ കൈപ്പമംഗലം MLA ശ്രീ E.T. ടൈസൺ മാഷ്, നമ്മുടെ പാപ്പിനിവട്ടം 5ാമത് ശാഖ ഉദ്ഘാടനം ചെയ്ത വിശിഷ്ട ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, മറ്റതിനേക്കാൾ ഉപരി ഈ ബാങ്കിൻ്റെ നിലനിൽപ്പായിട്ടുള്ള സഹകാരി അംഗങ്ങൾ, ജീവനക്കാർ, സഹകരണ മേഖല വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ബാങ്കാണ് മതിലകം പാപ്പിനിവട്ടം ബാങ്ക്.
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയം മൂലം RBIയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന രീതിയിലേക്കുള്ള നയങ്ങളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മുടെ 2 MLA സൂചിപ്പിക്കുകയുണ്ടായി. എന്നിൽ അർപ്പിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. 2 നയങ്ങളാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന, ഒന്ന് കേരളത്തിലും ഒന്ന് കേന്ദ്ര ഭരണവും. കേരള ഭരണം ഈ വിദ്യാഭ്യാസ കാലത്ത്, കോവിഡ് കാലത്ത് ഏകദേശം 20-21 മാസം കാലം കോവിഡ് മഹാമാരിയെ ലോകരാഷ്ട്രങ്ങൾ തന്നെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പോകരുത് എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 10ാം ക്ലാസ്സിലെയും +2-ലെയും കുട്ടികളുടെ പഠനവും എല്ലാ മേഖലയിലും വിക്ടർ ചാനൽ വഴി കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ആ ഒരു പരീക്ഷയെ ഒട്ടേറെ ആളുകൾ വെല്ലുവിളിച്ച്, ഈ കോവിഡ് കാലത്താണോ 10ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തുന്നത്, +2-ൻ്റെ പരീക്ഷ നടത്തുന്നതെന്ന് ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്ത ആളുകളടക്കം നമ്മുടെ കേരളത്തിലുണ്ട്. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ പരീക്ഷ എഴുതുകയും അവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുകയും ആ പരീക്ഷയ്ക്ക് 95% മാർക്കോടുകൂടി കുട്ടികൾ അവാർഡ് നല്ല മാർക്ക് വാങ്ങുകയും ചെയ്ത സാഹചര്യമാണെന്ന് കേരളത്തിലുണ്ടായത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2 ഭരണാധികാരികൾ, 2 നയങ്ങളാണ് നമ്മളോടൊക്കെയുള്ളത്. ഒട്ടേറെ പദ്ധതികൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ നോട്ട് നിരോധനവും പ്രളയവും കോവിഡും കവച്ചു വെക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞത് സഹകരണ മേഖലയാണ്. പെൻഷൻ തന്നെ ഗവൺമെൻറ് നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് പകച്ചു നിന്നപ്പോൾ സഹകരണ മേഖലയാണ് അത് ഏറ്റെടുത്തത്. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഏറ്റെടുക്കാൻ കഴിഞ്ഞത് സഹകരണ ബാങ്കുകളാണ്. അങ്ങനെ ഒട്ടേറെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മതിലകം പഞ്ചായത്ത് പരിധിയിലുള്ള പാപ്പിനോട്ടം ബാങ്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന സാഹചര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് സഹകരണ ബാങ്ക് പോകുമ്പോൾ അതിനെ തകർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണമാണ് കേന്ദ്ര നയം, തെറ്റായ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ ഈ സാഹചര്യത്തിലും നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടിയ 10ാം ക്ലാസ് കുട്ടികളെയും +2 നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളെയും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ച കർമ്മം നടത്തുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചത് രക്ഷിതാക്കൾ തന്നെയാണ്. അതിലൊട്ടും ആശങ്കയില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞത് നമ്മുടെ കുട്ടികളെ പാഠപുസ്തകത്തിന് മുന്നിലിരുത്തുക എന്നാണ് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളം മുന്നോട്ട് പോയത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. ആ കുട്ടികളെ പാഠപുസ്തകത്തിന് മുന്നിലിരിക്കുക എന്നുള്ളൊരു കടമയാണ് കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അതിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞത് അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികളാണ്. അവരെ സഹകരണ മേഖലയും അവരെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ജനങ്ങളാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ കോവിഡും പ്രളയമൊക്കെ വന്നപ്പോൾ ഒരു ഭരണാധികാരികളെ സഹായിച്ചതും താങ്ങി നിർത്തിയതും നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാണ് എന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത്. വളരെ വൈകി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അഭിവാദ്യങ്ങൾ. SSLCയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡാണ് ഇവിടെ വിതരണം നടത്തുന്നത്. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മിസ് അൽഹാൻ ഷഫീർ, ഡോട്ടർ ഓഫ് മുഹമ്മദ് ഷഫീർ, കോട്ടായിപ്പറമ്പിൽ ഹൗസ്, മതിലകം. അൽഹാൻ ഷഫീറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി CK ഗിരിജ മേഡത്തെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. Congratulations, Alhan. Next, I would like to invite Mr. Aditya KS, son of Sanil KB, Kadivetil House, PO Kulimutam. Congratulations, Aditya. Next, I would like to invite Miss Aditi KS, daughter of Sanil KB, Kadivetil House, PO Kulimutam.
കൺഗ്രാറ്റുലേഷൻ അതിഥി. നെക്സ്റ്റ് Next, I would like to invite Mr. Fidel M. Sridhar, son of M.S. Lenin, Manakat House, Madilagam. Miss Sri Lakshmi K.P., daughter of Prasad, Kunyilikatil House, P.O. Kolimutam. Congratulations, Sri Lakshmi. Award നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA ടൈസൺ മാസ്റ്റർ ആണ്. അടുത്തതായി മിസ് അനന്തിത KS, ഡോട്ടർ ഓഫ് ഷാജി KK, കിള്ളിക്കുളങ്ങര ഹൗസ്, കൂളിമുട്ടം. മിസ് അനന്തിത KS. അടുത്തതായി മിസ്റ്റർ റൈഷദുൽ അമീൻ KR, സൺ ഓഫ് റഷീദ് KS, കുന്നത്ത് ഹൗസ്, PO മതിലകം. കൺഗ്രാറ്റുലേഷൻ റൈഷദുൽ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണമാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി മിസ് റിസ്ന VN. I would like to invite Miss റിസ്ന VN, daughter of നൗഷാദ് VA, വലിയകത്ത് ഹൗസ്, കൂളിമുട്ടം. അവാർഡ് നൽകുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയ് ടീച്ചറാണ്. ജയ് ടീച്ചർ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ മിസ് റിസ്ന. അടുത്തതായി മിസ് നഹസീൻ ബാനു H, ഡോട്ടർ ഓഫ് ഹാരൂൺ ഭാഷ, പുത്തൻപുരയ്ക്കൽ ഹൗസ്, കൂളിമുട്ടം. Congratulations, Nahsin Banu. Next, I would like to invite Mr. Arjun TA Agilesh, son of Agilesh TP, Tottipulli House, P. Vempallur. Miss AS Neha, daughter of Suresh Babu AS, Akliparambil House, PO Vallivattam. Congratulations, the winners. അടുത്തതായി സ്ട്രോങ് റൂം ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി CK ഗിരിജ മേഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ജയ ടീച്ചറെ ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷവേദിയിലെയും സദസ്സിലെയും ഏറ്റവും പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ ഒരു വലിയ ആശംസാ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് അറിയാം. സഹകരണ മേഖലയെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നയങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ പ്രത്യേകിച്ച തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിശേഷിപ്പിക്കാവുന്ന പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഒരു പുതിയ ശാഖ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഒരിക്കൽ കൂടി ഈ ബാങ്ക് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കർത്തവ്യവും ഉത്തരവാദിത്ത ബോധവും ഉണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് തകർക്കാൻ ശ്രമിക്കുന്ന കുബുദ്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രതിരോധത്തിൽ നിങ്ങൾ കൂടി പങ്കാളികൾ ആകണം. സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മേഖലയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഈ ബാങ്ക് അതീവ അഭിവൃദ്ധിയിലേക്ക് പോകാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി പാബ്സ്കോ എഗ്രോ നഴ്സറി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ VS രവീന്ദ്രൻ അവർകളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷവേദിയിലെ MLA അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ശാഖ കൂടി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. എന്തായാലും തീരദേശ മേഖലയിലെ സഹകാരികൾക്ക് ഏറ്റവും സഹായപ്രദമാകുന്ന രീതിയിലുള്ള ഒരു നിലപാട് ആണ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും കൂളിമുട്ടം പൊക്കളായി ശാഖ
എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നഴ്സറിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിക്കും. അടുത്തതായി പൊക്ലായിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ ശാഖയിലേക്ക് ആദ്യ നിക്ഷേപ സ്വീകരണമാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ജയ ടീച്ചറാണ്. നിക്ഷേപം നടത്തുന്നത് എരുമത്തുരുത്തി സുധീഷ് അവർകളാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ബാങ്ക് മാനേജർ ബിന്ദുവിൻ്റെ സാന്നിധ്യം കൂടി അത് ഏറ്റുവാങ്ങാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ബാങ്കിൽ നിന്നുള്ള വായ്പാ വിതരണോദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ EK ബിജു അവർകളാണ്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാങ്കിൻ്റെ A ക്ലാസ് മെമ്പർ രജിസ്റ്റർ നമ്പർ A3952 ആയ ചണ്ടിപ്പറമ്പിൽ ബേബി ബാലൻ അവർകളെയും വായ്പ സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധിയായ ശ്രീ OA ജെൻട്രൻ അവർകളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അധ്യക്ഷൻ ET ടൈസൺ മാസ്റ്റർ അടക്കമുള്ള ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്നലെ ഞാനൊരു യാത്രയിൽ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ നാടിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ വെച്ചിട്ടുള്ള കൊടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഓരോ നാട്ടിലും ഏത് പാർട്ടിക്കാണ് ആധിപത്യം കൂടുതൽ എന്നുള്ള ഒരു ചെറിയൊരു പഠനം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത്, ബാങ്കുകൾ കൂടി എൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചു പോകാറുണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ബാങ്കുകൾ. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ, വാസ്തവത്തിൽ കോട്ടയം വഴി പോയി ചേർത്തല വഴി തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഈ പാപ്പിനിവട്ടം ബാങ്കിൻ്റെ ഒരു സംവിധാനത്തിലുള്ള ബാങ്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വാസ്തവത്തിൽ മതിലകത്തുകാരുടെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരവും അഭിമാനവുമാണ് ഈ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക്. ഇതൊരു പ്രതിപക്ഷ ശബ്ദമായിട്ട് തന്നെ എന്നോട് ടൈസൺ മാഷ് പറഞ്ഞൊരു പ്രതിപക്ഷ ശബ്ദം ഇവിടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതൊരു പ്രതിപക്ഷ ശബ്ദമായിട്ടല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ബാങ്കുകളുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവണതയുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഭരണാധികാരികളും ബാങ്കിൻ്റെ സംവിധാനത്തിൽ നിന്നും നമ്മൾ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ കൂടുതലായി കടന്നു പോകുന്നില്ല. ഒരു ചെറിയൊരു സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. ഒട്ടും മത്സരബുദ്ധി ഇല്ലാതെ ആ സൊസൈറ്റിയെയും മതിലകത്ത് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റണമെന്ന് ഒരു ചെറിയ ആഗ്രഹം കൂടി ഈ അവസരത്തിലുള്ളത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നിറന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആദ്യകാല ബാങ്ക് ഭരണസമിതി അംഗത്തെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരവേറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട PS അർജുനൻ അവർകളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീതാ പ്രസാദ് അവർകളാണ്. ഗീതാ പ്രസാദ് അവർകളെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ഹർഷകുമാർ അവരെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ E.T. ടൈസൺ മാസ്റ്റർ, അതേപോലെ വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ, സഹകാരികളെ, നേരത്തെ വളരെ വിശദമായിട്ട് 2 MLA-മാരും അതേപോലെ നമ്മുടെ മിനിസ്റ്ററും നമ്മുടെ BJP ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ കേരളത്തിലെ സഹകരണ രംഗത്തെ താറുമാറാക്കുന്നതിനും തച്ചുടയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള RBIയുടെ റിസർവ് ബാങ്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാങ്കിങ് റൂൾസിൻ്റെ അമെൻമെൻറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന വെല്ലുവിളികളെ പറ്റി പറഞ്ഞു. അതിനെ നേരിടുന്നതിന് വേണ്ടി നമ്മളെല്ലാ സഹകാരികളും ഒന്നടങ്കം രംഗത്തിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാപ്പിനിവട്ടത്തിൻ്റെ ഇന്നത്തെ ചടങ്ങിന്, അതേപോലെ തന്നെ പാപ്പിനിവട്ടം പൊക്ലായ് ബ്രാഞ്ചിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പാപ്സ്കോ മൾട്ടി സർവീസ് സെന്റർ പദ്ധതി വിശദീകരണത്തിനായി നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടർ R.A. മുരുകേശൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ബാങ്ക് അംഗങ്ങളെ, പ്രിയപ്പെട്ട ബാങ്കിൻ്റെ ഇടപാടുകാരെ, ഈ കൂളിമുട്ടം പൊക്കളായി പ്രദേശത്തെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്കിൻ്റെ വളർച്ചയിൽ ഞാനിപ്പോൾ അറിയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ശരിക്കും ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ മുഴുവനും ഭൂരിഭാഗവും ഈ പ്രദേശത്തുള്ള ആൾക്കാർ അറിയാം. സാധാരണക്കാരായ ആളുകൾ നമ്മൾ തമ്മിലുള്ള ഞാൻ പ്രത്യേകിച്ച് ബാങ്കും അവരൊക്കെ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. ഇപ്പോഴും അവർ ആ സാധനം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു ബഹുമതിയായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇപ്പം നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ 1991-92 വർഷം മുതൽ നമ്മളതിന് മുമ്പത്തെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, പിന്നെ പറയേണ്ട കാര്യം. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം സഞ്ചിത നഷ്ടം ഒക്കെ നികത്തി ശരിക്കും നെറ്റ് പ്രോഫിറ്റിൽ വന്നു. 1991-92 എത്രയോ ശരിക്കും പറഞ്ഞാൽ 30 കൊല്ലം കാലത്തിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ വെച്ചാൽ നമ്മളന്ന് വളരെ അറിയാലോ പഴയ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു. അത് നമ്മൾ തുടർച്ചയായി ഈ വർഷം വരെ, ഈ കാലഘട്ടം വരെ 10-30 വർഷക്കാലം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 കൊല്ലമൊക്കെ സ്ഥിരമായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുക, അത് നെറ്റ് പ്രോഫിറ്റ് പ്രവർത്തിക്കുക, നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതറിയാം, എന്ത് സ്ഥാപനമായാലും മൾട്ടിനാഷണൽ കമ്പനി ആയാലും അടക്കം അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതിനൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മളിത് ഈ ഒരു അവസ്ഥ ഈ കാലഘട്ടം വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു 470-468 കോടി രൂപയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരു 358-360 കോടി രൂപ നമുക്ക് വായ്പയുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വേറെയുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെയും 130 കോടി രൂപ നമ്മളിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ട്. പല സംഘങ്ങളെ സംബന്ധിച്ചും അത്തരമൊരവസ്ഥ ഇപ്പോൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. ഉള്ളവരുണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷേ എങ്കിലും പൊതുവെ അങ്ങനെ തന്നെ അവസ്ഥ. കാരണം ഇപ്പം നമുക്ക് 130 കോടി രൂപ എപ്പോൾ വന്നാലും എടുത്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിലുണ്ട്. അത്ര ശക്തമാണ് നമ്മളത്. അതുമാത്രമല്ല, നമ്മൾ മറ്റ് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അതിനടക്കം നമ്മൾ ലാഭത്തിൽ നിന്ന് കരുതൽ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു 10-17 കോടി രൂപ ശരിക്കും പറഞ്ഞാൽ ലാഭത്തിൽ നിന്ന് മാത്രം മാറ്റിവെച്ചതുണ്ട്. അതിന് പുറമെ വേറെ ഉണ്ട്, റിസർവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ അത്ര ശക്തമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുള്ളത് നമ്മൾ ഇപ്പോൾ കരുവന്നൂർ നിങ്ങൾക്കറിയാം, സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ അത് നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞ മാതിരി, MLA ഒക്കെ പറഞ്ഞ മാതിരി മൊത്തം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ ഇഷ്യൂ ഉണ്ട്, മറ്റു ബാങ്കുകളിലൊക്കെ ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതൊന്നും വലിയൊരു വിഷയമായിട്ട് ആൾക്കാർ കാണില്ല. ഇവിടെ സഹകരണ മേഖലയെ സംബന്ധിച്ച് വരുമ്പോൾ അതൊരു പൊളിറ്റിക്സ് ആയിട്ട് ഇടകലർന്നൊരു സംഭവമാണ്. അത് പല രീതിയിലുള്ള ഇഷ്യൂസ് അതിലുണ്ട്. എല്ലാം കൂട്ടിക്കലർന്ന ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സംവദിക്കുക, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സ്ഥാപനമാണ്. അതേ അവസ്ഥയിൽ തന്നെ അതിന് വലിയൊരു പൊളിറ്റിക്കൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കണ്ടുപോകാതെ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കരുവന്നൂരിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങളെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയണം. കരുവന്നൂരിലൊരു പ്രശ്നം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. അങ്ങനെ അത് ചെയ്തത് തന്നെ നമുക്കൊരു പിടുത്തില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് വലിയ ദൗർഭാഗ്യം എന്ന് തന്നെ പറയാം. പക്ഷെ ആ കാര്യം വെച്ചിട്ട് നമ്മളെപ്പോലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ
ദോഷകരമായ ചില സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്ന രീതിയിലൊക്കെയുള്ള ഒരു അന്വേഷണങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതെന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം സത്യമായിട്ട് പറയണമെങ്കിൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ ഇതിൻ്റെ പേരിൽ അവർ സസ്പെൻഡ് ചെയ്യപ്പെടും. അതൊക്കെ വലിയ പ്രശ്നമാണ് അവരതിനെ സംബന്ധിച്ച്. അപ്പോൾ അവർ വലിയ സംഭവം എന്താ പറയുക, ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 15 സംഘങ്ങൾക്കെതിരെ 65 അംഗം പത്രങ്ങളിൽ വരുമ്പോൾ അതൊക്കെ വേറെ തരം ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. നമ്മളെപ്പോലുള്ള ബാങ്കിന് സാമ്പത്തികമായി നല്ല അടിത്തറയുള്ള സ്ഥാപനങ്ങൾ എന്നൊന്നും ആളുകൾ പറയില്ല. അത് വേറെ പല രീതിയിലൊക്കെ പെടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട്. പക്ഷേ നമ്മളതൊക്കെ തിരിച്ചറിയണം. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അറിയുന്ന കാര്യം, നിങ്ങൾക്കെല്ലാം അനുഭവവേദ്യമായ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അവർ പറയുന്നത് എ ക്ലാസ് അംഗങ്ങൾ എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഡിഫൈൻ ചെയ്തത് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ABCD ഒന്നുമില്ല, എല്ലാവരും അംഗങ്ങളിലും യാതൊരു തർക്കമല്ല. അത് സുപ്രീം കോടതി ഫുൾ ബെഞ്ച് വിധിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ RBIയുടെ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ വരും. പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂസ് വരും. ഞാൻ ആരും കുറ്റം പറഞ്ഞല്ലോ, നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ അതെന്താ പറയുക, അപ്പോൾ നമ്മൾ D ക്ലാസ് അംഗങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഡെപ്പോസിറ്റ് ഉണ്ട്, 130 കോടി രൂപയൊക്കെ വെറുതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ D ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂർ താലൂക്ക് മുഴുവൻ വായ്പ കൊടുക്കുന്ന സ്ഥാപനമാണ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് കുറയ്ക്കേണ്ടി വരും, അല്ലാതെ നമ്മൾ ചുരുങ്ങേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് ഡെപ്പോസിറ്റിൻ്റെ ഫ്ലോ അങ്ങനെ അനവരതം മനുഷ്യതും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസ്ഥയിൽ നമ്മുടെ ലോൺ ഇങ്ങനെ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അത് ഒരിക്കലും നിയമപരമായ തെറ്റല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബൈലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് D ക്ലാസ് അംഗങ്ങൾ, എന്താണ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ നമ്മുടെ ജനറൽ ബോഡി ഏകകണ്ഠമായി അംഗീകരിച്ച് രജിസ്ട്രാർ അതിന് അംഗീകാരം തരുന്ന സംഗതിയാണ്. അതിനപ്പുറത്തൊന്നുമില്ല ഏത് കോടതി പോയാലും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. പക്ഷെ അത് അവർ ഏതോ ഒരു ബാങ്കിൽ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ നടക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇൻ കേസ് അവസാനം നമ്മൾ കോടതിയിൽ പോകേണ്ടി വന്നാൽ കോടതിയിൽ പോകേണ്ടി വരും. അല്ലാതെ സ്ഥാപനത്തിന് നിലനിൽപ്പിനാണ് നമ്മൾ ബാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എന്താ പറയുക, സാധാരണ ഒരു വായ്പ ഡെപ്പോസിറ്റ് മേടിച്ച് വായ്പ എടുക്കുന്നതിനുപരി നമ്മൾ ഒരുപടി കാര്യങ്ങൾ നമ്മൾ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മൾ അറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ആംബുലൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനം, 100-200 കിടപ്പ് രോഗികൾക്ക് സൗജന്യ സേവനം ചെയ്തു കൊടുക്കുന്നൊരു സ്ഥാപനം, അതേമാതിരി നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബുകൾ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതുപോലെ മറ്റേ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, മറ്റേ കാർഷിക മേഖലയിൽ, അതേമാതിരി എല്ലാ മേഖലകളിലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിലായാലും നമുക്ക് ഉണ്ടാണ് അവാർഡും ആ രീതിയിലുള്ള സംഗതികൾ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചാൽ സമഗ്രമായിട്ടുള്ള ഇവിടുത്തെ പ്രദേശ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വളരെ സമഗ്രമായി നല്ല രീതിയിൽ എല്ലാവരും എന്താ പറയുക ജനസമ്മതിയോടെ തന്നെ നമ്മൾ ചെയ്തു വരുന്നൊരു സ്ഥാപനമാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കുടിശ്ശിക ആൾക്കാർ, അത് ആളുടെ മൊത്തം കുറ്റമല്ല, നമ്മൾ കൊടുക്കുന്ന വായ്പകൾ മുഴുവൻ തിരിച്ചടയ്ക്കാൻ വെച്ചാൽ അവരെ ഇപ്പോൾ നോട്ട് നിരോധനം മുതൽ തുടങ്ങിയ സംഗതി, പിന്നെ 2 പ്രളയം, പിന്നെ അതിന് ശേഷം വന്ന കോവിഡ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ എന്തിനാണോ അവർ വായ്പ വാങ്ങിച്ചത്, ആ വായ്പ വാങ്ങിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ ആരംഭിച്ച ആ പദ്ധതിയൊന്നും വിജയിപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായ്പ തിരിച്ചടവിൽ വളരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാഭത്തിന് എന്നുവെച്ചാൽ നമ്മൾ ഒരു വായ്പ കുടിശ്ശിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 3-4 തവണ കുടിശ്ശിക വന്ന ഒരു വായ്പയ്ക്ക് ചിലപ്പോൾ ഫുള്ള് ആയിട്ട് എമൗണ്ട് റിസർവ് ചെയ്ത് വെക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലാഭത്തിൽ നിന്ന് തൽക്കാലം മാറ്റിവെക്കപ്പെടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിനെ അത് ദോഷകരമായി ബാധിക്കും. അത് നമ്മളെ മാത്രമല്ല, എങ്കിലും നമ്മൾ അധികം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികമായ ദോഷഫലങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ അവസ്ഥയിലാണ് നമ്മളൊരു മാറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ കുറെ കൂടി നല്ല രീതിയിലാക്കുക. അതും ജനങ്ങൾക്ക് സഹകരണ മേഖലയിൽ ചെയ്യാവുന്ന നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒരേ സമയം ഉപകാരപ്രദം, അതേസമയം ബാങ്കിന് ദോഷകരമല്ലാത്തതുമായ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. അങ്ങനെയാണ് നമ്മൾ ഈ റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൗരോർജ്ജം, LED അങ്ങനെ സംഗതികളിലേക്ക് പോകുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതൊരു MSME യൂണിറ്റ് ആയിരിക്കണം പറഞ്ഞു. കാരണം വെച്ചാൽ എന്നാലും എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ MSME രജിസ്ട്രേഷൻ എടുത്തു, നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു, നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ISO എടുത്തു, BIS എടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി നമ്മൾ ഇത് തുടങ്ങിയപ്പോഴേക്കും കോവിഡ് വന്നു. അപ്പോൾ അതോട് ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ ദോഷകരമായി അത് ബാധിച്ചു. എങ്കിലും നമുക്ക് കുറേ പ്രോജക്റ്റുകൾ കിട്ടിയതുകൊണ്ട് നമ്മൾ അതിനതിജീവിച്ചു. വലിയ വലിയ പ്രോജക്റ്റുകൾ ബാംഗ്ലൂർ മഴയുടെ LED വേണ്ടി കിട്ടുന്നു. അപ്പോൾ അതിന് പുറമെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതി
സോളാർ എനർജി സംഗതികളാണ്. ഇപ്പം 541 കിലോ വാട്ട് നമ്മൾ ഓൾറെഡി റൂഫ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല നമ്മുടെ ബാങ്ക് മൊത്തം ഒരു 100 കിലോ വാട്ടോളം 90 കിലോ വാട്ട് നമ്മൾ ചെയ്തു. അത് വെച്ചാൽ നമുക്കൊരു 26 ലക്ഷം രൂപയൊക്കെ ഒരു കൊല്ലം നമുക്ക് അതോട് സേവ് ചെയ്യാം. ഇത് നമ്മളെ മൊത്തം നമ്മളെ ബാങ്കിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ബ്രാഞ്ചുകളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടി വരുന്ന വൈദ്യുതി ചെലവ് മൊത്തം സേവ് ചെയ്യുക. അത് നമ്മൾ ലാഭത്തിലേക്ക് വരും. അപ്പോൾ നമ്മളത് ചെയ്തു. അതേമാതിരി ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് ഓർഡറിൽ കിട്ടിയിട്ടുണ്ട്. ഓച്ചന്തുരുത്ത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 75 കിലോ വാട്ട്, അങ്ങനെ കുറേ സംഗതികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇഷ്ടംവരെ എൻക്വയറി വരുന്നുമുണ്ട്. അതിന് പുറമെയാണ് നമ്മളിപ്പോൾ സൗര പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് KSEB നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. പുരപ്പറ എന്താ പറയുക റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പദ്ധതി. അത് വലിയ പ്രോജക്റ്റാണ്, കോടികളുടെ പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടില്ല. അത് കിട്ടുന്നത് വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഉണ്ട്. ടാറ്റ, അദാനി അങ്ങനത്തെ ഗ്രൂപ്പുകൾ. ഇപ്പോൾ കേരളത്തിലൊരു ബിങ്കാസ് എന്നുള്ള കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവരായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ കുറേ ആളുകൾക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതി, കുറേ പേർക്ക് ഒരു 10-30-40 പേർക്കൊക്കെ നമുക്ക് അതിൻ്റെ തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള സംരംഭമായിട്ട് നമ്മൾ സഹകരിച്ച് പോകുന്നുണ്ട്. അത് വലിയ ഹൈ വോളിയം ബിസിനസ്സാണ്. അതിൻ്റെ പുറമെ അതൊക്കെ നമ്മൾ ചെയ്താലേ നമുക്കിതിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. അതിനൊക്കെ നമ്മൾ വേണ്ടി വലിയൊരു സംഖ്യ വാടക കൊടുക്കുന്നു. ഏകദേശം 5 ലക്ഷം രൂപയോളം മൊത്തത്തിൽ. ഒരു 5 ലക്ഷം അല്ല, അതിന് ഏകദേശം ഒരു 10-60 ലക്ഷം രൂപ ഒരു കൊല്ലം വാടക ഇനത്തിൽ നമുക്ക് ചിലവ്. സത്യത്തിൽ ആ സംഖ്യ നമ്മൾ ലാഭമാണ്. ലാഭത്തിലാണ് നമ്മൾ പ്രശ്നമല്ല. നമ്മൾ ആ രീതിയിൽ വേറെ കാര്യം കൂടി പറയാനുള്ളത് ഇതിനോടൊപ്പം തന്നെ ഈ സഹകരണ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ കേന്ദ്ര സർക്കാർ, ശരിക്കും പറഞ്ഞാൽ സഹകരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വിഷയമാണ്, എങ്കിലും കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രമേണ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൾട്ടി സർവീസ് സെൻറ്റർ ആക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി മുഖേന അവർക്ക് നിറവേറ്റാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സ്ഥാപനങ്ങളെ മാറ്റാം. നല്ല കൺസെപ്റ്റാണ് അല്ലേ? നമ്മൾ അതിന് മുമ്പ് തന്നെ തുടങ്ങി. ഏത് ഇപ്പോൾ അവർ പറഞ്ഞതിൽ വളരെ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ സഹകരണത്തിലൊരു സമൃദ്ധിയിലേക്ക് എന്നുള്ളൊരു വാക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കിയത് നമ്മൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് അവരെ മുദ്രാവാക്യമാണ്. അപ്പോൾ അതെവിടെ നിന്ന് ഒരു ഇത് അടിച്ചെടുത്താണ്. എന്നാലും ഞാൻ പറയണം. അപ്പം നമ്മൾ വളരെ മുമ്പേ ഇവ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അത് നമ്മൾ ദോഷകരം ഒരിക്കലും നമുക്ക് ലാഭം ഇല്ലാത്ത ഒരു ഇതിലൊന്നും ചെയ്തിട്ടില്ല. മിനിമം ലാഭം എടുത്ത് തന്നെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു. LED ആയാലും 10-20 പേർക്കൊക്കെ നമ്മളൊരു തൊഴിൽ കൊടുക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡിൻ്റെ എല്ലാവർക്കും അറിയാം അങ്ങനെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറേ പേർക്ക് കുറേ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ അതിനെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി മതിലക സെൻറ്ററിൽ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രവർത്തനം തുടങ്ങി. പക്ഷെ അതിൻ്റെ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മൊത്തം അതിന് പുറമേ നമ്മൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നല്ലൊരു സൂപ്പർ മാർക്കറ്റ്, എല്ലാ സഹകരണ ബാങ്കുകൾക്കും സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പക്ഷെ അത് കുറെ കൂടി നല്ല രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് നേരിട്ട് അവർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള നമുക്ക് ഇപ്പോൾ 2 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മെമ്പർമാർ തന്നെ 35-40 കൂടുതലുണ്ട്. അപ്പോൾ അത് വലിയൊരു നെറ്റ്വർക്കാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങും. അങ്ങനെ എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു മൾട്ടി സർവീസ് സെൻറ്റർ തന്നെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു പിന്നെ മാത്രമല്ല കൃഷി ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി വെച്ചാൽ അത് കുറേ ആൾക്കാർക്ക് പണി കിട്ടുന്ന സംഗതിയാണ്. കാരണം കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. അപ്പോൾ അത് നല്ല വിത്തുകൾ ഉണ്ടാക്കുക. ആ വിത്തുകൾ കർഷകർക്ക് നമുക്ക് ആ തൈകൾ ഉണ്ടാക്കുക. തൈകൾ നമുക്ക് കർഷകർക്ക് കൊടുക്കുന്നു. അവരെ നമ്മൾ ഉൽപ്പന്നം
ഉൽപ്പന്നമായി അത് കളക്ട് ചെയ്യുന്നു. അതൊരു പാല് ക്ഷീരമേഖലയിൽ ഇടപെടുന്നു. ക്ഷീരമേഖലയിൽ ഇതേമാതിരിയുള്ള സംഗതികൾ നമ്മൾ ചെയ്യുന്നു. അത് വെച്ചാൽ ഒരിക്കലും വായ്പയല്ല, നമ്മൾ അവർക്ക് കൊടുക്കുന്ന വായ്പ തിരിച്ച് അവരെ പ്രോഡക്റ്റായിട്ട് ബാങ്ക് വാങ്ങുന്ന ഒരു കൺസെപ്റ്റ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതെല്ലാ മേഖലകളിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും. മുട്ടയായാലും പാലായാലും മാംസമായാലും മത്സ്യമായാലും ആ രീതിയിൽ ചെയ്യാതെ അങ്ങനെ അത്തരമുള്ള മൊത്തത്തിലുള്ള അങ്ങനെ ഒരു സംഗതിയുടെ ഒരു ഏകീകരിച്ച രൂപമാണ് ഈ മൾട്ടി സർവീസ് സെൻ്ററിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിലവ് വരാതെ വലിയൊരു പ്രോജക്റ്റാണ്, നിസ്സാര കാര്യമല്ല, വലിയ കോടികൾ വരുന്ന പ്രോജക്റ്റാണ്. പക്ഷേ അതിന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിൽ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് സ്ഥലം അതെന്തായാലും നമുക്ക് കിട്ടില്ല, ലോൺ കിട്ടില്ല. സ്ഥലം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് പോയി എന്തായാലും നമ്മൾ അസെറ്റാണ്. എന്തായാലും ഇപ്പോൾ ഇൻ കേസ് ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ അസെറ്റിൽപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി സ്ഥലം നമ്മൾ സ്വന്തമായിട്ട് അത് നമ്മൾ ഓൺ ഫണ്ടായിരിക്കും. ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ 90% നമ്മൾ നബാർഡ്, ICDP, മറ്റ് അങ്ങനത്തെ ഏജൻസികളുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ടി മാത്രം വലിയ ഫണ്ട് 2500 അങ്ങനെ കോടി ഇങ്ങോട്ട് കേരളത്തിന് തന്നെ അലോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആരുമില്ല പ്രോജക്റ്റായിട്ട്, നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അതിന് നബാർഡിൻ്റെയൊക്കെ വായ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1%, വെറും 1% പലിശയ്ക്ക് നമുക്ക് കിട്ടും. അതുമാത്രമല്ല ചില കാര്യങ്ങളിൽ നമുക്ക് സബ്സിഡി കിട്ടും, ചില കാര്യങ്ങളിൽ ഷെയർ ക്യാപിറ്റൽ ധനസഹായം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യവും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ലാൻഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് ഭാവിയിൽ ഉപകരിക്കുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കത് ഉപകരിക്കും. എന്തായാലും അത് അതിലത്തെ സെൻറ്ററിലൊക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് എന്തായാലും സ്ഥലത്തിന് വില കൂടുള്ളൂ, അപ്രീസിയേഷൻ ഉണ്ടാവുള്ളൂ, ഡിപ്രീസിയേഷൻ സാധ്യത വളരെ കുറവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അസറ്റായിട്ട് വരികയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഈ വക സാമ്പത്തിക അഡ്വാൻസുകൾ കാര്യങ്ങളായിട്ട് ദീർഘകാലം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന അഡ്വാൻസുകളായിട്ട് വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ നല്ല രീതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. അവരെ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങനെ അതിന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സാങ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടണം. അതൊരു ഉന്നത തലങ്ങളിലൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങളോട് ഉണ്ടാകും. വെച്ചാൽ നമ്മളിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പാപ്സ്കോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കണം. ബ്രാൻഡ് ഉണ്ടാക്കി അത് നമ്മൾ ഇത്രയധികം കാലത്ത് നമ്മുടെ ഈ അധ്വാനവും നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള നമ്മളെ ഗുഡ് വില്ലും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തണം. അല്ലെങ്കിൽ അത് അങ്ങനെ പോകും, കുറച്ച് കഴിയുമ്പോൾ അത് ശൂം സ്വാഭാവികമായിട്ട്. പക്ഷേ അത് വേറെ രൂപത്തിലേക്ക് ആ എനർജീനെ മാറ്റിയിട്ട് നമ്മൾ വേറെ രൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ അതിന് ആ കാര്യങ്ങൾ നിങ്ങളെ അടുത്ത ജനറൽ ബോഡിയിലൊക്കെ അത് അവതരിപ്പിക്കും. അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. പിന്നെ നമ്മളങ്ങനെ അങ്ങനെയാണ് പ്രതിസന്ധികളാണ്, എന്നും പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം നമ്മളെപ്പോലെ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളൊക്കെ. പക്ഷെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന ഒരു കാര്യമില്ല, അതങ്ങനെ പോകും. പക്ഷേ നമ്മൾ വേറെ രൂപത്തിൽ കാര്യങ്ങൾ മാറ്റി പോകുമ്പോൾ നമുക്കതിനെ അതിജീവിച്ച് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പം നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ നിങ്ങളെല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വായ്പാ വിതരണോദ്ഘാടനമാണ്. വായ്പ ഏറ്റുവാങ്ങുന്നതിനായി ചണ്ടിപ്പറമ്പിൽ ശ്രീമതി ബേബി ബാലൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വായ്പാ വിതരണം നടത്തുന്നത് ബാങ്ക് പ്രസിഡന്റ് ശ്രീ EK ബിജു അവർകളാണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഹഫ്സ ഉഫൂറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ടരെ, സഹകരണ മേഖല ഏറെ പ്രതിസന്ധി നേരിടുമ്പോഴും നമ്മുടെ പാപ്പിനിവട്ടം ബാങ്ക് മികച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീരദേശ മേഖലയിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ നൽകാൻ നമ്മുടെ ബാങ്കിന് കഴിയട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബാങ്കിൻ്റെ മുതിർന്ന ഡയറക്ടർ ശ്രീ EG സുരേന്ദ്രൻ അവർകളാണ്. ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഏറെ വികസിച്ചു വരുന്ന പൊക്ലായി പ്രദേശത്ത് പാപ്പിനിവട്ടം ബാങ്കിൻ്റെ
ഒരു സമ്പൂർണ്ണ ശാഖ സ്ഥാപിക്കണം, പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ളത്. ആദ്യമൊരു സമ്പൂർണ്ണ ശാഖ എന്നുള്ളൊരു അനുമതി കിട്ടിയില്ല. അത് കിട്ടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലും പ്രശ്നങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റാനും ഇന്നിവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കഴിഞ്ഞു. എന്നിൽ നിക്ഷിപ്തമായ കടമ എന്നുള്ളത് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ഇവിടെ സംസാരിച്ചവരെല്ലാം വളരെ വിശദമായി നമ്മുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഏതായാലും സഹകാരികളെ എല്ലാ പങ്കാളിത്തത്തോടു കൂടി എല്ലാ തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാപ്പിനിവട്ടം ബാങ്കിന് ഒട്ടനവധി മാതൃകകൾ ഈ കേരളത്തിൻ്റെ സഹകരണ രംഗത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംശുദ്ധമായി ഈ രാജ്യത്തെ സഹകാരികളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഇക്കാലം അത്രയും ഇപ്പോഴത്തെ ഭരണസമിതിയും ഇതിന് മുമ്പത്തെ ഭരണസമിതിയും ഇതിന് തുടക്കം കുറിച്ചവരുമൊക്കെ ഏത് രീതിയിലാണോ ഇടപെട്ടത് അതിൽ നിന്ന് കടുകട വ്യതിചലിക്കാതെ ഏറ്റവും സുതാര്യമായിട്ട് തന്നെയാണ് ബാങ്ക് പോകുന്നത്. മറ്റെവിടെയോ എന്തെങ്കിലുമൊക്കെ നടന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും ആ രീതിയിൽ വിലയിരുത്താനും കണക്കിലെടുക്കാനും തയ്യാറാകരുത് എന്നെനിക്ക് പറയാനുള്ളത്. നമ്മുടെ സഹകാരികളൊക്കെ തന്നെ നല്ല പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ തന്നെയാണ് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഊർജം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിച്ച സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ, അധ്യക്ഷത വഹിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MLA E.T. ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച VR സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗിരിജ, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജയ ടീച്ചർ, ബാങ്കിൻ്റെ പ്രസിഡന്റ് E.K. ബിജു, അതുപോലെ തന്നെ ഈ വേദിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള P.K. ചന്ദ്രശേഖരൻ, ജൻട്രി, സുധീഷ്, ധർമ്മരാജൻ മാസ്റ്റർ, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഗീത, അതുപോലെ തന്നെ അഫ്സ ഒഫൂർ, BS രവീന്ദ്രൻ, ഇങ്ങനെ ഒട്ടനവധി പേര് ഈ വേദിയിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ബാങ്കിൻ്റെ ഭരണസമിതിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സംരംഭത്തിൽ, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സഹകാരികൾ, ജനപ്രതിനിധികൾ, മുൻ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഷഫീർ മാഷിൻ്റെ മകൾക്കാണ് SLCയിൽ ഉന്നത വിജയം നേടിയതിനുള്ള അവാർഡ് നേടിയത്. മാഷ് ഉൾപ്പെടെ ഈ ബാങ്കിൻ്റെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ്. അവരൊട്ടനവധി പ്രസിഡന്റുമാരും മുൻ ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം നിർദ്ദേശം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നിര തന്നെ ഇവിടെ ഈ ചടങ്ങിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ അവാർഡിന് 94 കുട്ടികളാണ് അർഹരായിട്ടുള്ളത്. അവരെ പ്രതിനിധീകരിച്ച് കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അവാർഡ് വിതരണം നടത്തിയിട്ടുള്ളത്. തുടർന്ന് മറ്റു കുട്ടികൾക്കുള്ള അവാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. ബാങ്കിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.